നമസ്കാരം. ആലുവയിൽ ബലിതർപ്പണം നടക്കുന്നതിൻ്റെ വാർത്തയെടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഓടക്കുഴൽ വായിച്ച് അത് വിൽക്കുന്ന ചേട്ടനെ കണ്ടത്. ചേട്ടൻ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞാനൊരു 5-8 വർഷങ്ങളൊക്കെ ആയി. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഇതിനോട് താല്പര്യം വന്നിട്ട് അങ്ങനെ വന്നതാ. ഇങ്ങനെ ഈ ഉത്സവങ്ങൾക്ക് കൂടുന്നിട്ട് ട്രയൽ ചെയ്ത് ഇങ്ങനെ പഠിക്കണേനാണ്. സ്വന്തമായിട്ട് പഠിച്ചാണോ? സ്വന്തമായിട്ട് പഠിച്ചാണ്, അല്ലാതെ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചോ? അങ്ങനെ പഠിച്ചതൊന്നല്ല. നമസ്കാരം. ആലുവയിൽ ബലിതർപ്പണം നടക്കുന്നതിൻ്റെ വാർത്തയെടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഓടക്കുഴൽ വായിച്ച് അത് വിൽക്കുന്ന ചേട്ടനെ കണ്ടത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ, എന്താ പേര്? പേര് ശശി. ശശി, നല്ല അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ടല്ലോ. ഇത് പഠിച്ചായിരുന്നോ? എങ്ങനെയാണ്? ഇങ്ങനെ ഈ ഉത്സവങ്ങൾക്ക് കൂടുന്നിട്ട് ട്രയൽ ചെയ്ത് ഇങ്ങനെ പഠിക്കണേനാണ്. സ്വന്തമായിട്ട് പഠിച്ചാണോ? സ്വന്തമായിട്ട് പഠിച്ചാണ്, അല്ലാതെ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചോ? അങ്ങനെ പഠിച്ചതൊന്നല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണോ അതോ എങ്ങനെയാണ്? സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എവിടെ നിന്നാണ് ഇത്? ഈറ്റയാണോ, എന്താ മുളയാണോ, എന്താ? ഈറ്റ, അതായത് ഓടുണ്ടാക്കണ മുള, അതിലുണ്ടാക്കണം. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക മുളയാണോ ഉള്ളത്? അല്ല, ഇതിന് പ്രത്യേകിച്ചിട്ട് മുളയുണ്ട്. ഓടക്കുഴൽ ഉണ്ടാക്കാൻ പ്രത്യേകിച്ചിട്ട് മുളയുണ്ട്. ഇത് എന്താ കാട്ടിൽ കയറി വെട്ടുമോ? എങ്ങനെയാ? അല്ല, ഇത് നമുക്ക് കാട്ടിൽ കയറാനൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഒരാളടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൾ കുറച്ച് കൊടുത്തു തരും. അപ്പം അങ്ങനെ ഓടക്കുഴലാക്കി മാറ്റും. ഈ ഓടക്കുഴൽ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ, എന്നിട്ടാണ് ചെയ്യണത്, നിർമ്മിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ. അതിൻ്റെ ശ്രുതിയും കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. വെറുതെ നമ്മൾ തുളയിടുവല്ല. അല്ല, തുളയൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ ഇവിടുന്നുള്ള ഇതൊക്കെ സെൻറ്റി നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തുളകളൊക്കെ, ഈ അടുപ്പം അതൊക്കെ അതിൻ്റെ കറക്റ്റ് പോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രയും അകലത്തിലുണ്ടെങ്കിൽ ആ സ്വരമൊക്കെ കറക്റ്റായിട്ട് അത് വരുള്ളൂ. ചേട്ടൻ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞാനൊരു 5-8 വർഷങ്ങളൊക്കെ ആയി. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഇതിനോട് താല്പര്യം വന്നിട്ട് അങ്ങനെ വന്നതാ. ആദ്യം ഇത് വായിച്ച് നോക്കിയോ? എങ്ങനെയായിരുന്നു? ആദ്യം വായിച്ച് നോക്കിയിരുന്നു. ഉണ്ടാക്കാൻ പഠിപ്പിച്ചാരാ? ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പാലക്കാട് ഒരാളാണ്. അങ്ങനെ ഇപ്പോൾ 5 വർഷമായിട്ട് ബിസിനസ്. പിന്നെ ഗുരുവായൂർ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇങ്ങനെ മെയിൻ പരിപാടിക്ക് ആലുവയിൽ ശിവരാത്രിക്ക് ഒക്കെ വരും. എവിടെയാണ് വീട്? വീട് പട്ടാമ്പിയിലാണ്. ചേട്ടനെ ബന്ധപ്പെടാനുള്ള നമ്പർ എന്ന് പറഞ്ഞേ. 99 47 61 72 24. 99 47 61 72 24. ശശി, പട്ടാമ്പി. അപ്പോൾ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ വേണമെങ്കിൽ ഇതൊക്കെ കൊറിയറായിട്ട് വായിച്ചു കൊടുക്കും. കൊറിയർ ചാർജ് കൂടെ കൊടുത്താൽ മതി. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ റെക്കോർഡ് ചെയ്തു. ഇത് കുറച്ച് ചെറുതായിട്ട്, ഇത് ലോകമെമ്പാടുമുള്ള ആദിമ മനുഷ്യർ ആദ്യമായിട്ട് സംഗീതം ഉൽപ്പാദിപ്പിച്ച ഇതാണ്. നിങ്ങൾക്ക് എത്ര കാലം പുറകോട്ട് പോവാം. നിങ്ങളുടെ അച്ഛനെയും അമ്മയും 3 ലക്ഷം വർഷങ്ങൾ പോയാൽ നിങ്ങൾ ഹോമോസാപ്പിയൻസ്. അതിനും മുമ്പോട്ട് പോയാൽ ഹണ്ടിങ് ഗ്യാദറേഴ്സ്. അവർക്കെല്ലാം സംഗീതം ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും ലളിതമായിട്ടുണ്ടാക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിരുന്നു. അപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ ഈ പാലം വരുന്നതിന് മുമ്പ് 52,000 ദ്വീപുകളായിരുന്നു. അപ്പോൾ ഓരോ ദ്വീപിൽ നിന്നും എല്ലാവരും ഓടക്കുഴൽ വായിക്കും. അത് അത്ഭുത പ്രപഞ്ചം സൃഷ്ടിക്കും. അച്ഛനമ്മമാരെ ഓർക്കാൻ വരുന്ന ബലിയിടലിന് വരുമ്പോൾ ഉണ്ടല്ലോ, അതവർക്ക് മഹാ ഉത്സവമാണ്. അന്ന് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. ആരും അപേക്ഷ കൊടുത്തിട്ടല്ലല്ലോ ഏതെങ്കിലും ജാതിയിലോ രാജ്യത്തോ ജനിക്കുന്നത്. ലോകത്തുള്ള ആദിമ മനുഷ്യരെല്ലാം അങ്ങനെ ആയിരുന്നു. അവരുടെ വിശേഷപ്പെട്ട സംഗീത ഉപകരണമാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം മേടിക്കുക. 2-3 പാട്ടുകൂടെ ഒന്ന് പാടാമോ?
അടിപൊളി, നല്ല കിടിലനാണ്. ഈ കലാകാരൻ്റെ ഈ ഒരു കഴിവ് സ്വന്തമായിട്ട് അഭ്യസിച്ചെടുത്താണ്. പ്രത്യേകിച്ചൊരു സംഗീത അല്ല ഇത് പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് അഭ്യസിച്ചല്ല. ഈ തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതെങ്ങനെ വായിക്കണമെന്ന് അദ്ദേഹം തൻ്റെ കൈവിരലിൽ കൂടി ആ ഒരു മാന്ത്രിക സംഗീതം ഇങ്ങനെ പൊഴിപ്പിക്കുകയാണ്. എന്തായാലും തുച്ഛമായ വില മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ നിലവിൽ ആലുവ മണപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ ഇത് വിൽപ്പന നടത്തുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി.